ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, വേദപുസ്തകം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന സത്യം സമൂഹത്തിലെ ബന്ധിതരും അടിച്ചമർത്തപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരും പുറന്തള്ളപ്പെട്ടവരുമായ വ്യക്തികളോട് ദൈവത്തിന് ആഴമായ കരുതൽ ഉണ്ട് എന്നുള്ളതാണ്. ദൈവം അടിച്ചമർത്തപ്പെട്ടവരുടെ നിലവിളി കേൾക്കുകയും അവരുടെ സാഹചര്യങ്ങളിലേക്ക് കടന്നു ചെല്ലുകയും സ്വാതന്ത്ര്യത്തിനും വിടുതലിനുമായി പരിശ്രമിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്ന ചിന്താവിഷയം അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവം അടിച്ചമർത്തപ്പെട്ടവരോടൊപ്പം എന്നുള്ളതാണ്. ഒന്നാമത്തെ ചിന്ത, ദൈവം അടിച്ചമർത്തപ്പെട്ടവരുടെ നിലവിളി കേൾക്കുന്നു. ദൈവം അടിച്ചമർത്തപ്പെട്ടവരുടെ നിലവിളി കേൾക്കുന്നു. ആവർത്തന പുസ്തകം 26-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽ ജനം തങ്ങൾ മിസ്രൈമിൽ വെച്ച് അനുഭവിച്ച വേദനാജനകമായ സാഹചര്യങ്ങളെയും അവർക്ക് ലഭിച്ച ദൈവിക വിടുതലിനെ കുറിച്ചും പ്രസ്താവിക്കപ്പെടുന്നു. 26-ാം അധ്യായം 4-ാം വാക്യം, എന്നാൽ മിസ്രൈമ്യർ ഞങ്ങളോട് തിന്മ ചെയ്ത് ഞങ്ങളെ പീഡിപ്പിച്ചു, ഞങ്ങളെ കൊണ്ട് കഠിന വേല ചെയ്യിച്ചു. പക്ഷെ അതിനുശേഷം സംഭവിച്ച കാര്യങ്ങളാണ് വളരെ പ്രധാനമുള്ളത്. 26-ാം അധ്യായം 8-9 വാക്യങ്ങൾ, യഹോവ ബലമുള്ള കയ്യാലും നീട്ടിയ ഭുജത്താലും മഹാഭയങ്കര പ്രവൃത്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും കൂടെ ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച് ഞങ്ങളെ ഈ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. പാലും തേനും ഒഴുകുന്ന ദേശം ഞങ്ങൾക്ക് തന്നുമിരിക്കുന്നു. വളരെ ശക്തമായ ദൈവത്തിൻ്റെ 3 പ്രവൃത്തികൾ ഇവിടെ കാണാം. ദൈവം അവരുടെ നിലവിളി കേട്ടു, അവരുടെ കഷ്ടത കണ്ടു, വിടുവിപ്പാൻ ഇറങ്ങി വന്നു. ഇസ്രായേൽ ജനം മിസ്രൈമിൽ അടിമത്തം മൂലം കഷ്ടത അനുഭവിക്കുകയായിരുന്നു. എങ്കിലും ദൈവം അവരെ മറന്നില്ല. മിസ്രൈമ രാജാവായിരുന്ന ഫറവോൻ ഇസ്രായേൽ ജനങ്ങളെ ചൂഷണം ചെയ്ത് പണിയെടുപ്പിച്ചു. എന്നാൽ ദൈവം ഇടപെടുന്നു. ഇത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ആളുകൾ അവഗണിക്കപ്പെടുമ്പോൾ ദൈവം അവരെ കാണുന്നു. ആളുകൾ നിശബ്ദരാക്കപ്പെടുമ്പോൾ ദൈവം അവരെ കേൾക്കുന്നു. അടിച്ചമർത്തപ്പെടുമ്പോൾ ദൈവം അവരെ കരുതുന്നു. ഇന്നും പലതരത്തിലുള്ള ബന്ധനങ്ങൾ പലരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ദാരിദ്ര്യവും സാമ്പത്തിക ചൂഷണങ്ങളും ഗാർഹിക പീഡനങ്ങളും വിവേചനങ്ങൾ, ആസക്തികൾ, മദ്യപാനം, ലഹരി വസ്തുക്കളുടെ ഉപയോഗം, മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയ അഡിക്ഷൻ, ഗെയിം അഡിക്ഷൻ, ഏകാന്തത, ഒറ്റപ്പെടൽ, അവഗണന, ഭയം, ഉത്കണ്ഠ, തൊഴിലിടങ്ങളിലെ ചൂഷണം, ആത്മീയമായ ബന്ധനങ്ങൾ, ഇവയെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. ചിലപ്പോഴെല്ലാം ഇത്തരം കഷ്ടതകൾ അറിയപ്പെടാതെ പോകുന്നു. എന്നാൽ മനുഷ്യൻ മനസ്സിലാക്കാത്ത, കണ്ടെത്താത്ത കഷ്ടതകളെ ദൈവം കാണുന്നു. ഇസ്രായേൽ മക്കളുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം അവർക്ക് മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകുക മാത്രമല്ല ചെയ്തത്, ദൈവത്തോടൊപ്പം ഒരു പുതുജീവിതവും അവർക്ക് ലഭ്യമാക്കി. അതുകൊണ്ട് ഓരോ പ്രാവശ്യവും പ്രയാസഘട്ടങ്ങളിൽ നിന്ന് ദൈവം നമ്മെ വിടുവിക്കുമ്പോഴും നാം ഓർക്കേണ്ടത് നമ്മെ മാത്രമല്ല, കഷ്ടത അനുഭവിക്കുന്ന സമൂഹത്തിലെ ഇതര വ്യക്തികളോടും ദൈവം കൃപാലുവും കരുണയുള്ളവരുമാണ്. അതുകൊണ്ട് നാം കഷ്ടതകളിലൂടെ അടിച്ചമർത്തലിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നമ്മെ മറന്നുവെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. കാരണം ദൈവം നമ്മെ കേൾക്കുകയും കാണുകയും മാത്രമല്ല ചെയ്യുന്നത്, വിടുതലായി പ്രവർത്തിച്ചു കൊണ്ടുമിരിക്കുന്നു. രണ്ടാമത്തെ ചിന്ത, ക്രിസ്തു അടിമത്തത്തെ സഹോദരി ബന്ധമാക്കി രൂപാന്തരപ്പെടുത്തുന്നു. ക്രിസ്തു അടിമത്തത്തെ സഹോദരി ബന്ധമാക്കി രൂപാന്തരപ്പെടുത്തുന്നു. ഫിലമോൻ 1-ാം അധ്യായം 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ഫിലമോന്റെ അടിമയായിരുന്ന ഒനേസിമോസിനെ സ്വന്തം സഹോദരനായി പരിഗണിക്കുന്ന പൗലോസിനെ നാം കാണുന്നു. ഒനേസിമോസ് ഫിലമോന്റെ വീട്ടിലെ അടിമ വേല ചേരുന്ന വ്യക്തിയായിരുന്നു. ഫിലമോൻ കൊലോസിയ സഭയിലെ ഒരു സഭാ നേതാവായിരുന്നു. ഒനേസിമോസ് ഫിലമോനെ വിട്ട് ഓടിപ്പോകുന്നു. അവൻ പിന്നീട് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കാം. കാരാഗൃഹത്തിൽ വെച്ചാണ് പൗലോസ് ഒനേസിമോസിനെ കണ്ടുമുട്ടുന്നത്. പൗലോസുമായുണ്ടായ സംഭാഷണം ഒനേസിമോസിന്റെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തുന്നു. അവൻ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും ക്രിസ്തീയ മൂല്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഒനേസിമോസ് തന്റെ യജമാനായ ഫിലമോന്റെ അടുക്കൽ മടങ്ങിപ്പോകുവാൻ തയ്യാറാകുന്നു. അതിനെ തുടർന്ന് പൗലോസ് ഇപ്രകാരം ഒരു എഴുത്ത് ഫിലമോന് എഴുതുന്നു. പൗലോസ് ഒനേസിമോസിനെ വിശേഷിപ്പിക്കുന്നത് തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനേസിമോസ് എന്നാണ്.
മുമ്പേ അവൻ ഫിലോമോന് ഉപകാരമുള്ളവനായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവൻ്റെ ജീവിതം വ്യത്യാസപ്പെട്ടു. കാരാഗൃഹത്തിൽ ഒനേസിമോസ് പൗലോസിന് നല്ല സഹായിയായിരുന്നു. എന്നാൽ അവനെ മടക്കി അയക്കാനുള്ള സന്നദ്ധത പൗലോസ് പ്രകടിപ്പിക്കുന്നു. കൂടാതെ അവനെ ഇനി സഹോദരനായി പരിഗണിക്കണമെന്നും പൗലോസ് ആവശ്യപ്പെടുന്നു. 10-ാം വാക്യം, അവൻ ഇനി ദാസനല്ല, ദാസന് മീതെ പ്രിയ സഹോദരൻ തന്നെ. 17-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, ആകയാൽ നീ എന്നെ കൂട്ടാളി എന്ന് കരുതുന്നുവെങ്കിൽ അവനെ എന്നെ പോലെ ചേർത്തുകൊള്ളുക എന്ന് പൗലോസ് ഫിലോമോനോട് ആവശ്യപ്പെടുന്നു. ഇത് മനുഷ്യ ബന്ധങ്ങളെക്കുറിച്ചുള്ള ഒരു ക്രിസ്തീയ വീക്ഷണമാണ്. ഈ ലോകപ്രകാരം ആളുകൾ സ്ഥാനമാനങ്ങളുടെയും സമ്പത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കാം ആളുകളെ വിലയിരുത്തുന്നത്. പക്ഷെ ദൈവം പറയുന്നു, ദൈവം മുമ്പാകെ എല്ലാവരും തുല്യരാണ്. ദൈവം ഓരോ വ്യക്തിയെയും വിലമതിക്കുന്നു. അടിമയായിരുന്ന ഒനേസിമോസിനെ മകനെന്നും സഹോദരനെന്നും കൂട്ടാളി എന്നും വിളിക്കുന്ന പൗലോസിന്റെ വാക്കുകൾ ആധുനിക സമൂഹത്തിന് ഒരു വെല്ലുവിളിയാകണം. നമ്മുടെ സമൂഹത്തിലെ എളിയവരെയും താഴെക്കടിയുമുള്ളവരോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്? പാവപ്പെട്ടവരെയും അവഗണിക്കപ്പെട്ടവരെയും രോഗികളെയും തള്ളപ്പെട്ടവരെയും ക്രിസ്തുവിൻ്റെ കണ്ണിലൂടെ കാണാൻ നമുക്ക് കഴിയണം. ദൈവകൃപയും അനുഗ്രഹങ്ങളും എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അത് നിഷേധിക്കാനുള്ള അനുവാദം നമുക്കില്ല. മറ്റുള്ളവരോട് ക്ഷമിക്കാനും അംഗീകരിക്കാനും സ്നേഹിക്കാനും ദൈവം നമ്മെ വിളിക്കുന്നു. അത് പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിയണം. 3-ാമത്തെ ചിന്ത, യേശു വ്യക്തികൾക്ക് പുതുക്കപ്പെട്ട ജീവിതവും പ്രത്യാശയും നൽകുന്നു. യേശു വ്യക്തികൾക്ക് പുതുക്കപ്പെട്ട ജീവിതവും പ്രത്യാശയും നൽകുന്നു. യോഹന്നാൻ 4-ാം അധ്യായം 5 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ യേശുവും ശമരിക്കാരി സ്ത്രീയുമായുള്ള സംഭാഷണത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. യേശു ശമരിയിലേക്ക് പ്രവേശിക്കുകയും അവിടെ സുഗാർ എന്ന പട്ടണത്തിനരികെയുള്ള യാക്കോബ് പണിത ഉറവയ്ക്കരികെ ഇരിക്കുകയും ചെയ്യുന്നു. ഒരു ശമരിക്കാരി സ്ത്രീ വെള്ളം കോരാൻ വരികയും യേശു അവളോട് എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഈ ചോദ്യവും അതിനെ തുടർന്നുണ്ടായ സംഭാഷണങ്ങളും അന്ന് സമൂഹത്തിൽ നിലനിന്നിരുന്ന പലതരത്തിൽപ്പെട്ട വിഭാഗീയതകൾക്ക് വിപരീതമായിരുന്നു. അന്നത്തെ കാലത്ത് യഹൂദന്മാരും ശമരിക്കാരും തമ്മിൽ പരസ്പര സമ്പർക്കം ഉണ്ടായിരുന്നില്ല. ശമരിക്കാരെ താഴ്ന്നവരായ യഹൂദന്മാർ കണക്കാക്കി. അവർ തമ്മിൽ വിശ്വാസപരമായും മതപരമായും വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. കൂടാതെ പുരുഷന്മാർ പരസ്യമായി സ്ത്രീകളോട് സംസാരിച്ചിരുന്നില്ല. ഇങ്ങനെ വർഗവിവേചനം, മതപരമായ വിവേചനം, ലിംഗവിവേചനം എന്നിവയെല്ലാം നിലനിന്നിരുന്ന അന്തരീക്ഷത്തിലാണ് യേശു ശമരിക്കാരി സ്ത്രീയോട് വെള്ളം ആവശ്യപ്പെടുന്നത്. യേശു ശമരിക്കാരി സ്ത്രീയെ എല്ലാ തരത്തിലുമുള്ള വിഭാഗീയതകൾക്കും അതീതമായി അംഗീകരിക്കുന്നു. യേശു അവളെ കേൾക്കുകയും സംഭാഷിക്കുകയും അവളുടെ ജീവിതത്തിൽ പ്രത്യാശ നൽകുകയും ചെയ്യുന്നു. ഇതാണ് യേശു നമുക്ക് നൽകിയ മാതൃക. യേശു അവളുടെ മതമോ ജാതിയോ പഴയ ചരിത്രമോ ഒന്നും കണക്കിലെടുത്തില്ല. സമൂഹം അവളുടെ മേൽ ചാർത്തിയിരുന്ന മുദ്രകൾക്ക് ഉപരിയായി അവളുടെ വ്യക്തിത്വത്തെ യേശു കാണുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. ശമരിക്കാരി സ്ത്രീ വെള്ളം കോരാനാണ് കിണറ്റിനരികെ വന്നത്. എന്നാൽ യേശു ശ്രേഷ്ഠമായ ജീവജലം അവൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. യേശു പറഞ്ഞു, 14-ാം വാക്യം, ഞാൻ കൊടുക്കുന്ന വെള്ളം അവരിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും. ഇവിടെ യേശു ചില ബന്ധനങ്ങളെ അഴിക്കുകയാണ് ചെയ്യുന്നത്. ഭൗതികമായി സ്വാതന്ത്ര്യമുണ്ട് എന്ന് കരുതുന്ന വ്യക്തികൾക്ക് ആത്മീയ ബന്ധനം ഉണ്ടാകാം. പണമുണ്ടെങ്കിലും ജീവിതത്തിൽ ശൂന്യത ഉണ്ടാകാം. ധാരാളം ആളുകൾ ചുറ്റുമുണ്ടെങ്കിലും ഏകാന്തത അനുഭവിക്കുന്നവരുണ്ടാകാം. യേശു നൽകുന്ന ജീവജലം മനുഷ്യന്റെ ആത്മാവിന്റെ ദാഹത്തെ ശമിപ്പിക്കാൻ മതിയായതാണ്. പാപത്തുള്ളതായിട്ടുള്ള സ്വാതന്ത്ര്യം, നാണക്കേടിൽ നിന്നുള്ളതായിട്ടുള്ള വിടുതൽ, നിരാശയിൽ നിന്നുള്ള വിടുതൽ, തള്ളപ്പെടുന്നതായിട്ടുള്ള വിടുതൽ, ശൂന്യതയിൽ നിന്നുള്ള വിടുതൽ, ഇവയെല്ലാം യേശു നമുക്ക് നൽകി തരുന്നു. യേശു ശമരിക്കാരി സ്ത്രീക്ക് ജീവജലം വാഗ്ദാനം ചെയ്യുക മാത്രമല്ല ചെയ്തത്, അവളുടെ ജീവിതത്തിൽ പുതിയൊരു ഉണർവും പ്രത്യാശയും ലഭ്യമാക്കിയതോടൊപ്പം താൻ വിലമതിക്കപ്പെടുന്ന വ്യക്തിയാണെന്ന ബോധ്യവും അവൾക്ക് നൽകുന്നു. നമുക്ക് ലഭ്യമായ 3 വേദഭാഗങ്ങളും ദൈവത്തിൻ്റെ വിമോചന പൂർത്തിയുടെ അതിശക്തമായ ചിത്രങ്ങളാണ് നൽകി തരുന്നത്. ദൈവം തൻ്റെ ജനത്തിൻ്റെ കഷ്ടതകൾ കാണുകയും അവരെ വിടുവിക്കുകയും ചെയ്യുന്നു. ഈ ലോകത്തിലെ ഒരു വ്യക്തിയെയും വില കുറച്ച് കാണാനോ താഴ്ത്തിക്കെട്ടാനോ നമുക്ക് അനുവാദമില്ല. എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികളും വിലമതിക്കപ്പെടുന്നവരുമാണ്. സമൂഹത്തിൽ
തള്ളപ്പെട്ടവരെ തേടി വരുന്ന യേശുവിൻ്റെ ചിത്രമാണ് സുവിശേഷ വേദഭാഗത്തിൽ നാം ദർശിക്കുന്നത്. തേടി വരിക മാത്രമല്ല, അവർക്ക് പുതുജീവനും പ്രത്യാശയും നൽകി കൊടുക്കുന്നു. ഇവിടെ നാം നമ്മോട് ചോദിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. ഏതെല്ലാം ബന്ധങ്ങളിൽ നിന്നാണ് നാം സ്വതന്ത്രമാക്കപ്പെടേണ്ടത്? സമൂഹത്തിൽ വിവിധ ബന്ധനാവസ്ഥകൾ കഴിയുന്നവരെ വിടുവിക്കുവാനുള്ള ദൈവിക പദ്ധതിയിൽ പങ്കാളികളാകുവാൻ നമുക്ക് എത്രമാത്രം കഴിഞ്ഞിട്ടുണ്ട്? അടിച്ചമർത്തപ്പെട്ടവർ, ചൂഷണത്തിന് വിധേയരായവർ, അംഗീകാരം ആഗ്രഹിക്കുന്നവർ, പാപക്ഷമ ആവശ്യമായിരിക്കുന്നവർ തുടങ്ങിയവർക്ക് ദൈവിക കൃപ ലഭ്യമാക്കുന്ന ചാലകങ്ങളായി മാറാൻ നമുക്ക് ഇടയാകണം. അതിന് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.